നമസ്കാരം. ആലപ്പുഴയിൽ ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് നേരെ അധിക്ഷേപവും ഭീഷണിയും നടത്തിയ സംഭവത്തിൽ ഇതുവരെ പിടിയിലായത് 4 പേർ. സൈബർ ഇടത്തിലൂടെ ഭീഷണി മുഴക്കിയവരാണ് കസ്റ്റഡിയിലായത്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി നസീർ മോൻ, തിരുവനന്തപുരം മംഗലപുരം സക്കീർ മൻസിലിൽ റാഫി, മണ്ണിച്ചേരി പഞ്ചായത്തിലെ SDPI അംഗം, ആലപ്പുഴ തേവരംശ്ശേരിയിൽ നവാസ് നൈന, അമ്പലപ്പുഴ വണ്ടാനം പുതുവൽ വീട്ടിൽ ഷാജഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. സമൂഹ മാധ്യമങ്ങളിൽ മത, സാമുദായിക, രാഷ്ട്രീയ വിദ്വേഷം ഉളവാക്കുന്ന തരത്തിലും കലാപമുണ്ടാക്കുന്ന തരത്തിലുമുള്ള ചിത്രങ്ങളും പ്രസ്താവനകളും പോസ്റ്റ് ചെയ്തെന്ന കേസിൽ 6 പേർക്കെതിരെ കേസുമെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പോസ്റ്റുകൾ നടത്തുന്നവരെ കണ്ടെത്തുന്നതിന് സൈബർ പോലീസ് ശക്തമായി നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിന് 5 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപം. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ ജഡ്ജിക്ക് SI അടക്കം 5 പോലീസുകാരുടെ കാവലാണുള്ളത്. അതേസമയം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 2ാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. 20 പ്രതികളാണ് 2ാം ഘട്ടത്തിലുള്ളത്. തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ പ്രതികളുടെ എണ്ണം 35 ആകും. കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വൻ കരുതലോടെയാണ് പോലീസ് നീങ്ങുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കുമെതിരെ ആദ്യം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകി പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടി. 15 പേരായിരുന്നു ഇവർ. ഇതിനായി അന്വേഷണം 2ആയി ഭാഗിച്ചു. ഇങ്ങനെയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകുന്നതും ഇപ്പോൾ വധശിക്ഷയിൽ വിചാരണ അവസാനിച്ചതും. ചരിത്രപരമായ ഈ വിധിയോടെ ഇനി കേസിന്റെ 2ാം ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. കേസിൽ ഇനിയുള്ളത് 20 പ്രതികളാണ്. തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യതയുണ്ടെന്ന് അന്വേഷണ വൃത്തങ്ങൾ പറയുന്നു. 2021 ഡിസംബർ 19 ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. തലേന്ന് SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത്. ഒരാളെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ 15 പേർക്ക് വധശിക്ഷ ലഭിക്കുന്നു എന്നതാണ് ഈ കേസിൽ അപൂർവമായ കാര്യം. കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യ സംഭവമാണിത്. ഒരു കേസിൽ വധശിക്ഷ ലഭിക്കുന്ന പ്രതികളുടെ എണ്ണത്തിൽ രഞ്ജിത്ത് വധക്കേസ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 4ാം സ്ഥാനത്താണ്. 2008 അഹമ്മദാബാദ് ബോംബ് സ്ഫോടന കേസാണ് കൂടുതൽ പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചതിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ളത്. ഈ കേസിൽ 38 പ്രതികളെയാണ് വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. 49 പ്രതികളിൽ 11 പേരെ വധശിക്ഷയ്ക്കും വിധിച്ചു. രാജീവ് ഗാന്ധി വധക്കേസാണ് കൂട്ടത്തോടെ തൂക്കുകയർ ലഭിച്ച പ്രതികളുടെ എണ്ണത്തിൽ 2ാമത്. 26 പ്രതികളെയാണ് ടാഡ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2010 ബീഹാർ ദളിത് കൂട്ടക്കൊലയാണ് വധശിക്ഷ ലഭിച്ച പ്രതികളുടെ എണ്ണത്തിൽ 3ാമത്. 16 പേർക്കാണ് ഈ കേസിൽ തൂക്കുകയർ വിധിച്ചത്. രഞ്ജിത്തിന്റെ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണ്. ഇവർ പുറത്തിറങ്ങിയാൽ നാടിനാപത്താണെന്നും അതിനാൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ക്രൂരതയും പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചു. ഈ വാദം അംഗീകരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ചെയ്തിരിക്കുന്നത്. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നാണ് കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ബന്ധങ്ങൾ പുറത്തുവരികയും സംഘടനയെ നിരോധിക്കുകയും ചെയ്തതടക്കമുള്ള കാര്യങ്ങളും കോടതി പരിഗണിച്ചിരുന്നു.